മിഥുൻ, നിന്റെ കല്യാണ പെണ്ണ് തയ്യാറായി കഴിഞ്ഞു. ഇനി നീ വന്നാ മതി. എന്നിട്ട് നിന്റെ കൈകൊണ്ടൊരു നൂല് ചാർത്തി തന്ന എല്ലാം ശുഭം. ഈ സമയത്ത് മഞ്ജരിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് മേഘന കണ്ടാൽ ആപത്താണ്. ഹലോ. ഹലോ മിഥുൻ. പറയൂ മഞ്ജരി. ഒന്നുമില്ല മിഥുൻ, ഭഗവതിയുടെ പൂജ നടക്കുന്നത് ഇന്നാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ല. അതെ അതെ, ഞാൻ അങ്ങോട്ടേക്ക് പോവാ. ലൊക്കേഷൻ ഇപ്പൊ അയച്ചു തരാം. നീയും അങ്ങോട്ടേക്ക് വന്നേക്കണേ. ഈ പൂജയും വഴിപാടും കഴിക്കുന്നിടത്ത് ഞാൻ എന്തിനാ മഞ്ജരി? നിനക്ക് പൂജയുടെ പുണ്യം സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഒന്നുമില്ലെങ്കിലും എനിക്കൊരു കമ്പനി തരാനെങ്കിലും വന്നൂടെ? അതല്ല മഞ്ജരി, എനിക്ക് വേറെ ഒത്തിരി പണിയുണ്ട്. ഇപ്പൊ പെട്ടെന്ന് വിളിച്ചാൽ ഞാൻ എങ്ങനെ വരാനാ? ഞാൻ തനിച്ച് പോകേണ്ടി വരും മിഥുൻ. നീ കൂടെ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചേ. അതല്ല മഞ്ജരി. എന്താ മിഥുൻ, എന്നെ അവോയ്ഡ് ചെയ്യാണോ? നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നില്ലേ? എന്നിട്ടും നീ എന്തിനാ എന്നെ അകറ്റി നിർത്തുന്നേ? അല്ല, അങ്ങനെയൊന്നും അല്ല മഞ്ജരി. നീ എന്നെ മനസ്സിലാക്കി ഞാൻ പറയുന്ന പോലെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ നിന്നെ ഞാൻ എന്തിനു വേണ്ടി അവോയ്ഡ് ചെയ്യണ്ടേ? എന്നാ പിന്നെ നിനക്ക് വന്നൂടെ? അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ ഒരു തകർന്ന അവസ്ഥയില. ഇങ്ങനൊരവസ്ഥയിൽ നീ പോലും എന്റെ കൂടെ നിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ എനിക്ക് വല്ലതും പറ്റിപ്പോവും. എന്റെ മനസ്സിൽ പേടി കൂടും. അത് വീണ്ടും ഇൻസെക്യൂരിറ്റിയിലെത്തിക്കും. അതോടുകൂടി ഞാൻ വീണ്ടും പഴയ പോലെയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെയാവുമ്പോ പിന്നെയും കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യാനും തുടങ്ങിയെന്നിരിക്കും. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ശരി മഞ്ജരി, ഞാൻ വന്നോളാം. ഓക്കെ. താങ്ക് യു മിഥുൻ. ഞാൻ ഇപ്പൊ തന്നെ ലൊക്കേഷൻ അയക്കാം. പെട്ടെന്ന് വന്നേക്ക്. ഓക്കെ, ഡൺ. നിന്റെ ജീവിതം ഇന്നത്തോടു കൂടി തകിടം മറിയാൻ പോവാണ് മിഥുൻ. ഇതിൽ നിന്റെ താല്പര്യമൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നോടൊപ്പം ഈ സാഹസത്തിൽ നീയമുണ്ടായേ തീരൂ മിഥുൻ. തെറ്റായാലും ശരിയായാലും ഇന്ന് ഞാൻ ഒരുക്കിയിരിക്കുന്ന അഗ്നികുണ്ഡത്തിൽ എന്നോടൊപ്പം നീയും ചാടും. എന്റെ പ്രണയത്തെ നിലനിർത്തിക്കൊണ്ടു പോവാൻ, നിന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ ഇതിലും നല്ലൊരു മാർഗം ഞാൻ വേറെ കാണുന്നില്ല മിഥുൻ. ഇന്ന് നഗരത്തിൽ ചുഴലി കൊടുങ്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. മംഗലാപുരത്തും ചുറ്റുവട്ടമുള്ള മറ്റു പ്രദേശങ്ങളിലും കൊടുങ്കാറ്റിന്റെ ആഘാതം വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ശക്തമായ കാറ്റിനൊപ്പം ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. മഴയൊക്കെ ഇപ്പൊ കാലം തെറ്റിയാണല്ലോ വരവ്. വേണ്ടാന്ന് തോന്നുമ്പോ തുള്ളിക്കൊരു കുടവായിട്ട് ഇങ്ങ് പെയ്തിറങ്ങും. ഇതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഫലമാ. വാർണിങ്ങോ വർണ്ണനയോ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇന്ന് എന്തുകൊണ്ടായിരിക്കും മനസ്സിനകത്ത് വല്ലാത്തൊരു പരിഭ്രാന്തി? മേഘനെ, എന്താ അമ്മേ? മിഥുൻ എവിടെയാ? മിഥുനേട്ടൻ മോളുടെ റൂമിലുണ്ടമ്മേ. ശരിയെന്നാ, ഇന്നവനോട് പുറത്തേക്കൊന്നും പോവരുതെന്ന് പറഞ്ഞേക്ക്. അതെന്തിനായിരുന്നേ? എന്തു പറ്റി? ജയേട്ടാ, ഏട്ടനും കേട്ടതല്ലേ വാർത്ത? ചുഴലി കൊടുങ്കാറ്റെന്നല്ലേ പറഞ്ഞേ? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില് പുറത്തിറങ്ങുന്നത് നല്ലതല്ല. നീ കേട്ടല്ലോ അല്ലേ? ഇന്ന് മിഥുൻ പുറത്തിറങ്ങാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ശ്രദ്ധിച്ചേക്കണം. ഞാൻ നോക്കിക്കോളാം അമ്മേ.
വല്യമ്മ എന്താ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നേ? ഇന്നലെ ഞാൻ കാരണം ആ ചാരുവിന്റെ ഷോൾ കീറിയത്. അതിനു പകരം പുതിയതൊന്ന് മേടിച്ചു കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചപ്പോ വല്യമ്മ ഒരു കാരണമില്ലാതെ കുറെ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നു. ആരും കാണാതെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം. മഞ്ചരി ഈയിടെയായിട്ട് ഒരുപാട് മാറിയിരിക്കുന്ന. ഇന്നലെ സ്വന്തം തെറ്റെല്ലാം ഏറ്റു പറഞ്ഞോളാ ഇന്നിപ്പതേ അമ്പലത്തിൽ പോണമെന്നും പൂജ നടത്തണമെന്നും ഒക്കെ പറയുന്നത്. ആ പോട്ടെ, അവളിലുണ്ടായ മാറ്റത്തിന് വേണ്ടിയെങ്കിലും അവള് പറയുന്ന ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി കൊടുത്തേക്കാം. അതുകൊണ്ട് അവള് പറഞ്ഞ അമ്പലത്തിലേക്ക് ഒരു 5 മിനിറ്റ് മുമ്പേ തന്നെ ഈ മിഥുൻ എത്തിയിരിക്കും. അത് അവൾക്കൊരു സർപ്രൈസ് ആവട്ടെ. അയ്യോ, മേഘനെ, എന്തു പറ്റി മേഘനെ? നമ്മുടെ കല്യാണ ഫോട്ടോ താഴെ വീണ് പൊട്ടിപ്പോയേട്ടാ. ഫോട്ടോ അല്ലേ, സാരമില്ല മേഘനെ, അതിനിങ്ങനെ പേടിക്കണോ? എന്താന്നറിയില്ലേട്ടാ, ഇന്നലെ തൊട്ട് എന്റെ മനസ്സിനുള്ളിൽ വല്ലാത്ത പരിഭ്രാന്തിയാ. എന്തോ അപകടം വരുന്നുണ്ടെന്ന് എന്റെ മനസ്സിലിരുന്ന് ആരോ എന്നോട് പറയുന്നത് പോലെ. മേഘനെ, പുറത്ത് നല്ല കാറ്റും കോളും ഉണ്ട്. കറ്റം പാറി വന്നപ്പോ വീണതായിരിക്കും. ബി കൂൾ. ഇതിന് ഇത്രയും കടന്ന് ചിന്തിക്കണോ? കാലത്ത് മിഥുനേട്ടൻ എന്നെ ഉപേക്ഷിച്ച് മറ്റാരുടെയോ കൂടെ പോകുന്നത് പോലെ സ്വപ്നം കണ്ടതാ. ഈ കാലാവസ്ഥ കണ്ടപ്പോ തൊട്ട് അമ്മയുടെ മനസ്സിൽ എന്തോ പരിഭ്രാന്തി തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്കാണിപ്പോ നമ്മുടെ കല്യാണ ഫോട്ടോ താഴെ വീണ് ഉടഞ്ഞു പോയത്. ഇതൊക്കെ എന്തോ ഒരു ദുർനിമിത്തായിട്ട് എനിക്ക് തോന്നുന്നത്. മേഘനെ, നമ്മൾ ഇങ്ങനെയൊക്കെ കാട് കയറി ചിന്തിച്ച എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇതൊന്നും കാര്യാക്കാൻ പാടില്ല. എല്ലാം അതിന്റെ വഴിക്ക് പോട്ടെ. എനിക്കിതൊന്നും മിഥുനേട്ടനെ പോലെ അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. ഏട്ടനറിയാലോ, മിഥുനേട്ടനെ എനിക്ക് നഷ്ടപ്പെടുന്നുള്ള ചിന്ത പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഒരിക്കലും എനിക്ക് മിഥുനേട്ടൻ ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനാവില്ല. കുഞ്ഞുനാളെ തൊട്ട് ഇതുപോലൊരു സ്നേഹവും കരുതലൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഏട്ടാ. ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞങ്ങളുടെ അപ്പൂപ്പ മാത്രം. മിഥുനേട്ടനെ കല്യാണം കഴിച്ചോണ്ട് ഏട്ടന്റെ ഭാര്യയായിട്ട് ഇവിടെ വന്നതിന് ശേഷം സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് പോലും ഞാൻ അറിയുന്നത്. നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വലുതും പറ്റുമെന്നറിഞ്ഞ അത് നമ്മളെ തന്നെ തകർത്ത് കളയുന്ന എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മിഥുനേട്ടനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്റെ ഉള്ളിൽ എന്നെക്കാളും മിഥുനേട്ടനാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് പോലും. ഏട്ടനെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ തിരിച്ചറിഞ്ഞത് എന്നെക്കാൾ എനിക്ക് മിഥുനേട്ടനാണ് വലുത്. എന്റെ രൂപം മറ്റുള്ളവരുടെ മുന്നിൽ മേഘനയുടേതായിരിക്കാം, പക്ഷെ എന്റെ ഓരോ അണുവിലും നിറഞ്ഞിരിക്കുന്നതും ഈ മിഥുൻ നന്ദന. എന്റെ ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും എന്റെ സിരകളിൽ ഓടുന്ന രക്തത്തിലും എല്ലാം മിഥുൻ എന്ന പേര് നിറഞ്ഞു കവിഞ്ഞിരിക്കുക. എന്നിൽ നിന്ന് അതിനെ വേർപെടുത്തണമെങ്കിൽ അത് ഞാൻ മരിച്ചതിന് ശേഷം മാത്രമായിരിക്കും. എന്റെ ഉള്ളിൽ ജീവിക്കുന്നത് മിഥുനേട്ടന. സത്യം പറഞ്ഞ മിഥുനേട്ടൻ ഇല്ലാത്തൊരു ലോകത്തെ പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് പേടിയാ. ഏട്ടനോടൊപ്പം ഒരു ജീവിതം ഇല്ലാതാവുന്ന എന്റെ ശരീരം തന്നെ എനിക്കൊരു ഭാരമായി തീരും. അന്നത്തോടെ ഞാൻ ജീവൻ കൊടുക്കും. അതുകൊണ്ട് മിഥുനേട്ടൻ എന്തെങ്കിലും പറ്റുമെന്ന് തോന്നിയ
എനിക്ക് അടിമുടി വരയ്ക്കാൻ തുടങ്ങുന്ന ദയവ് ഇത് എന്നെ ഒന്ന് മനസ്സിലാക്കുക. മിഥുനേട്ടൻ ഇന്ന് എങ്ങോട്ടും പോവരുത്. മേഘനെ, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊരിക്കലും മറക്കുകയില്ല. നിന്റെ ലോകവും ഞാൻ തന്നെയാണെന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളൊരു വ്യക്തിയോട് എത്രമാത്രം സ്നേഹം പുലർത്തുന്നുവോ ആ ബന്ധത്തോട് അത്രമാത്രം ഭയവും ഉള്ളിലുണ്ടാവും. നിന്റെ സ്നേഹം ഒരു കൊടുങ്കാറ്റ് പോലെയാ. എന്ന് വെച്ചാൽ അത് ഇന്നത്തെ ഈ കാലാവസ്ഥ പോലെ തന്നെ. കാറും കോടും നിറഞ്ഞ ഈ പ്രകൃതി പോലെ തന്നെ നിന്റെ മനസ്സും ആടി ഉലയുന്നത് അതുകൊണ്ടാ. ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതാകട്ടെ, അയാളെ ബഹുമാനിക്കുന്നതാകട്ടെ ഒരു തെറ്റല്ല. പക്ഷെ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള നിന്റെ ഈ പേടിയാണ് ഏറ്റവും വലിയ അപകടവും തെറ്റും. സ്വപ്നം കാണുക, കൊടുങ്കാറ്റ് വരിക, പിന്നെ ഇങ്ങനെ ചില വസ്തുക്കൾ അവിചാരിതമായി താഴെ വീണുടയുക, ഇതൊക്കെ ദൈനംദിനം നടക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഇങ്ങനെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയാ നമ്മുടെ മനസ്സിന് പേടിയും പരിഭ്രമവും ഉണ്ടാവും. അത് നിനക്ക് തന്നെ അപകടം. മനസ്സിലായോ? നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഇത് ഞാൻ തരുന്ന വാക്കായിട്ട് കരുതിക്കോ. ഞാനിപ്പോ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ? മേഘനെ, എനിക്കറിയാം ഞാനിപ്പോ പുറത്തേക്ക് പോകുന്നത് നിനക്കിഷ്ടമല്ല. പക്ഷെ എനിക്ക് പോകാതിരിക്കാനും പറ്റില്ല. മഞ്ജരി എന്തോ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞേ. 2-3 വട്ടം അവൾ എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. ഞാൻ വരാന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇപ്പൊ പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവക്കും അത് വിഷമാവില്ലേ? നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ പ്ലീസ്. മേഘനെ, കാണാൻ പറ്റാത്ത ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നേ. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നിന്റെ മുമ്പിൽ എത്തിയിരിക്കും. അതുപോലെ പോയിട്ട് വരാം. ചാരു, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ആ, നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ്ട് കുഴപ്പമില്ലെന്നൊക്കെയാണോ ചാരു പറയുന്നേ? നിന്റെ ടേസ്റ്റ് മഹാബോറ. എന്റെ ഈ ഡ്രസ് കണ്ടിട്ട് നിനക്ക് അസൂയ. ചേട്ടാ, കാലത്ത് എഴുന്നേറ്റപ്പോ തുടങ്ങിയത് ഈ മാർക്കറ്റിംഗുകാരുടെ ഒരു ശല്യം. ഏത് തലമണ്ട കരിഞ്ഞവനാണോ ഇപ്പൊ വന്നേക്കുന്നത്? ചെന്ന് വാതില് തുറക്ക്. ചെന്ന് വാതില് തുറക്കടി. ചാരു, തലമണ്ട കരിഞ്ഞവനായിരിക്കുന്നു പറഞ്ഞില്ലായിരുന്നോ ശാലിനി? അതുപോലെ ഒരുത്തൻ തന്നെയാ വന്നിരിക്കുന്നത്. ഇവർക്ക് വേറൊരു പണിയില്ല. വിവേകേട്ടനായിരുന്ന എന്താ ചാരു ഇത്? വിവേകേട്ടനെയാണോ തലമണ്ട കരിഞ്ഞവൻ എന്നൊക്കെ വിളിക്കുന്നത്? വിവേകേട്ടനകത്തേക്ക് വാ. എന്താ വിവേകേട്ടാ, എന്നെ കാണാൻ കൊതിയായിട്ട് വന്നതാണോ? അതെ ശാലിനി, നിന്നെ കാണാൻ എന്തായാലും വരണമല്ലോ എന്ന് കരുതി ഈ കൈതച്ചക്കയ്ക്ക് പുതിയൊരു ഷോളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? ചാരുവിന് ഷോള് വാങ്ങിച്ചുകൊണ്ട് വന്നോ? ഷോളിന് പകരം മറ്റൊരു ഷോള് തന്നാ ശരിയാവില്ല. ആ ഷോളിന് ചേരുന്നത് പോലെ ഒരു ഡ്രസ്സും കൂടി തന്നേ പറ്റൂ. നിന്റെ ബുദ്ധി ഒരു കുരങ്ങനെ പോലെ ഇങ്ങനെ ചാടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനൊരു ഡ്രസ്സും കൂടി മേടിച്ചു. കൊള്ളാലോ, ആ പേടി തലയ്ക്കകത്ത് ഇങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടോ? ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ ആംഗിളും കാണാൻ പറ്റും. എപ്പോഴും തൊള്ള കയറി അലക്കാനല്ലാണ്ട് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ നിനക്ക് അറിയില്ലല്ലോ. എന്താണാവോ മനസ്സിനകത്ത്? ഒന്ന് പോടി, ഇനി ഞാൻ വലിച്ചു കയറി കാണിക്കാം.
എന്നാ പിന്നെ അതെന്താന്ന് എന്നോട് കൂടി ഒന്ന് പറയേട്ടാ, ഞാനും കൂടെ കേക്കട്ടെ. ശാലു, നിന്നോടത് ഞാൻ പിന്നെ പറഞ്ഞുതരാട്ടാ. ഈ ഡ്രസ് വാങ്ങിച്ചോ. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഇനി കൊള്ളത്തില്ലെങ്കിലും ഇത്രേ പറ്റൂ. നിന്റെ കപ്പളങ്ങ മുഖത്തിന് ഇത് തന്നെ കൂടുതലാ. എന്റേതല്ലട കപ്പളങ്ങ മുഖം, നിന്റേതാ കുമ്പളങ്ങ മുഖം. ഞാൻ കുമ്പളങ്ങിയോ? അത് സെറ്റ് ആവുന്നില്ലല്ലോ. ഞാനൊരു പ്രാസോപ്പിച്ചങ്ങ് പറഞ്ഞല്ലേ. ചീത്ത പറയാൻ പോലും അറിയാത്ത ചിമ്പാൻസി. നീ എന്നെ കപ്പളങ്ങയെന്നോ കുമ്പളങ്ങയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷെ ഈ ചിമ്പാൻസി മാത്രം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നാ ഞാൻ അങ്ങനെ വിളിക്കൂ. ചിമ്പാൻസി, 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 നിന്നല്ലോ. ചിമ്പാൻസി, 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 ചിമ്പാൻസി. ഇന്ന് ഞാൻ നിന്റെ തലമുടി അടിച്ച് പൊളിക്കോടാ. എന്നാ നീ എന്നെ പിടിക്കും ചിമ്പാൻസി. പിടിക്കോടാ നിന്നെ ഞാൻ. പിടിച്ചിട്ട് നിന്റെ കണ്ണ് ഞാനങ്ങ് ചൂഴ്ന്നെടുക്കും. അമ്മ, എന്നാ പിന്നെ അത് കണ്ടിട്ടേ ഉള്ളൂ. നീ കാണാനിരിക്കുന്നേ ഉള്ളൂടാ വാഴക്കൂമ്പേ. ചിമ്പാൻസി ഞാൻ എന്നെ അത്ര എളുപ്പത്തിൽ നിനക്ക് കിട്ടില്ല. എന്നെ പിടിക്കാൻ പറ്റില്ല. നീ വെറുതെ പൊട്ടാവുള്ളൂ. എന്നെ നിനക്ക് കിട്ടില്ല. നീ വെറുതെ പൊട്ടിയാവേ ഉള്ളൂ. അരുണിമേ, എന്തു പറ്റി നിനക്ക്? കാലത്ത് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. നീ എന്തോ വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ടല്ലോ. എന്താ പ്രശ്നം? ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അരുണിമേ. നിന്റെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ടല്ലോ. അതാരോടും പറയാണ്ട് ഉള്ളിലിട്ട് നീ നൊന്ത് നേറിക്കൊണ്ടിരിക്കുക. തുറന്നു പറ. കാലത്ത് തൊട്ട് എന്തൊക്കെയോ ദുസ്സൂചന മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തോ ഒരു അപകടം അടുത്തു വരുന്നു എന്നൊരു തോന്നൽ. ഓക്സിജൻ ലെവൽ കൂടുമ്പോ അങ്ങനൊക്കെ തോന്നാറുണ്ട്. അത് കുറയാനുള്ള ടാബ്ലറ്റ്സ് തന്നിട്ടില്ലേ? നീ അത് കഴിച്ചോ? ഇല്ല ചേട്ടാ. ആദ്യം അതെടുത്ത് കഴിക്കേ. ആ ടാബ്ലറ്റ്സ് കഴിച്ചാൽ ടെൻഷൻ കുറയും. ഭാർഗവ പണിക്കരുടെ പെട്ടെന്നുള്ള ഈ വരവ് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്നറിയാം. ശരിയാണ് അരുണമേ. മിഥുനെ അപകടകരമായ ഒരു അന്തരീക്ഷം ആവരണം ചെയ്തിരിക്കുകയാണ്. ഊഹാപോഹങ്ങൾക്ക് അതീതമായ ഒന്ന് മിഥുന്റെ ശ്വാസത്തെ കവർന്നെടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. മിഥുൻ എവിടെയാണ്? അവൻ വീട്ടിൽ തന്നെയുണ്ട് ഭാർഗവ പണിക്കരെ. ഇന്നത്തെ ദിവസം മുഴുവൻ മിഥുൻ ഈ വീടിന്റെ പടിക്ക് പുറത്ത് കിടക്കരുത്. പുറം ലോകത്തെ കാഴ്ച പോലും അവൻ കാണരുത്. ഞങ്ങൾ നോക്കിക്കോളാം പണിക്കരെ. മേഘനയും മിഥുനും ഒന്നിച്ചു തന്നെ ഉണ്ടല്ലോ. ഇരുവർക്കുമിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പണിക്കരെ. അതെന്താ അങ്ങനെ ചോദിച്ചത്? മേഘനയും മിഥുനും ഒന്നിച്ചുള്ളിടത്തോളം മിഥുന് യാതൊരു വിധത്തിലുള്ള ആപത്തുകളും ഉണ്ടാവില്ല. പക്ഷേ ഇന്നും ഇതിന്റെ ജാതകത്തിൽ ഇതുവരെ ഇല്ലാത്ത ഭയങ്കരമായ ഒരു ആപത്താണ് കാണുന്നത്. ഒരു വലിയ അപശ്രുതി മുഴങ്ങിക്കേക്കുന്നു. അതെന്താണെന്ന് തിരിച്ചറിയാനാവുന്നില്ല. പണിക്കര് പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മിഥുന്റെ ജാതകത്തിൽ ഇന്ന് പഞ്ചഭൂതങ്ങൾ ഒറ്റക്കെട്ടായി പ്രളയതാണ്ഡവമാടുകയാണ്. കാറ്റും തീയും നീരും നിലവും ആകാശവും മിഥുന വേട്ടയാടാൻ ഏകീഭവിച്ചിരിക്കുകയാണ്.
മിഥുന്റെ ജീവൻ കാറ്റത്തുലയുന്നൊരു ദീപനാളമായി മാറിയിരിക്കുകയാണ്. ആ ദീപം ഏതു സമയവും അണയാൻ തക്ക വിധം മിഥുന്റെ ജാതകവും ബലഹീനമായിരിക്കും. അപ്പോ ഇതിന് പരിഹാരങ്ങളൊന്നുമില്ലേ ഭാർഗവ പണിക്കരെ? പ്രത്യേകിച്ചിപ്പോ പരിഹാരങ്ങളൊന്നും ചെയ്യാനില്ല. ഒരു കാരണവശാലും മിഥുനി വീടിന്റെ പടി കടന്നു പോകരുത്. ക്ഷണാനുക്ഷണം മേഖലയോടൊപ്പം മിഥുനുമുണ്ടെന്ന് ഉറപ്പുവരുത്തണം.